ന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനം അതിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുക എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ വചന പരമ്പര തുടങ്ങുവാൻ ആഗ്രഹിച്ചത്. ഇതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് മത്തായിയുടെ ഈ സുവിശേഷത്തിൽ താൻ യഹൂദന്മാരെ വേണ്ടി സുവിശേഷം യഹൂദ പശ്ചാത്തലത്തിൽ താൻ എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ യേശു യഹൂദന്മാരുടെ മത നേതൃത്വത്തിനെതിരായ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ യേശു ഈ ഉപമ പറയുന്നതിന് മുമ്പ് 2 ഉപമകൾ ഇതിന് തൊട്ട് മുമ്പ് യേശു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഉപമകളും യേശു പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് യഹൂദ നേതൃത്വത്തിനെതിരായ അവരുടെ മത കപട ഭക്തിക്ക് എതിരായി ശക്തമായ ഭാഷയിൽ താൻ പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യേശു ഇങ്ങനെ പറയുമ്പോൾ തന്നെ യേശു താൻ സംസാരിച്ച വിഷയങ്ങൾ ഉപമകളിലൂടെ ലളിതമായ ഭാഷയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഉപമ എന്ന് പറയുന്നത്? ഉപമ എന്ന് പറയുന്നത് എർത്ത്ലി സ്റ്റോറീസ് വിത്ത് ഹെവൻലി മീനിങ്, അതായത് സ്വർഗീയമായിരിക്കുന്ന അർത്ഥങ്ങൾ, സ്വർഗീയമായിരിക്കുന്ന മർമ്മങ്ങൾ ഭൂമിയിലെ കഥകളിലൂടെ ലളിതമായ ഭാഷയിൽ യേശു തൻ്റെ ഓഡിയൻസിനോട് സംസാരിക്കുന്നതാണ് ഈ സുവിശേഷത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 22-ാം അധ്യായത്തിൽ രാജാവിൻ്റെ മകൻ്റെ കല്യാണത്തിന് താൻ ചിലരെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷണിക്കപ്പെട്ടവർ രാജാവിൻ്റെ ക്ഷണം തിരസ്കരിക്കുകയാണ്. ഒരുവൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുവൻ വ്യാപാരത്തിലേക്കും പോയി എന്ന് കാണാൻ സാധിക്കുന്നു. ചിലർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഉപദ്രവിച്ചു കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും തൻ്റെ ദാസന്മാരെ അയക്കുന്നു, അവർ വീണ്ടും തിരസ്കരിച്ച് കളയുന്നു. വീണ്ടും രാജാവ് ദാസന്മാരെ അയച്ച് വഴിത്തലരിക്കിരിക്കുന്നവരെയും ദരിദ്രന്മാരെയും തൻ്റെ രാജാവിൻ്റെ മകൻ്റെ ഒരുക്കിയ കല്യാണ സദ്യയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വേറെ ഒരു ഉപമ കൂടെ 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഉപമ കല്യാണ സദ്യ ഒരുക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു വ്യക്തി അതിനകത്ത് വന്നിരിക്കുന്നു. അവനെ അവിടെ നിന്ന് രാജാവ് പുറത്താക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപമയിലൂടെ യേശു പറയുവാൻ എന്താണ് ശ്രമിച്ചത്? നമുക്ക് പഴയ നിയമത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം യഹൂദന്മാരെ രക്ഷിക്കുവാൻ, യഹൂദന്മാരെ അവരുടെ പാപത്തിൽ നിന്ന്, അവരുടെ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, അവരെ ദൈവത്തെ തിരസ്കരിക്കുന്നതെന്നും അവരെ രക്ഷിക്കുവാനായിട്ട് രക്ഷ അവർക്ക് നൽകി കൊടുക്കുവാൻ ദൈവം പ്രവാചകന്മാരെ അയച്ചു. എന്നാൽ പ്രവാചകന്മാരെ യഹൂദന്മാർ ഉപദ്രവിച്ചു കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവർക്ക് വേണ്ടിയുള്ള രക്ഷ അവരോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ സ്വീകരിച്ചില്ല. യഹൂദന്മാർ അവനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് യേശു ഒരിക്കൽ പറഞ്ഞു, യെരുശലേമിൻ്റെ മേൽ ശക്തമായിരിക്കുന്ന ന്യായവിധി വരും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തതായ ഒരു ദിവസം വരും എന്ന് യേശു തൻ്റെ യെരുശലേമിനെ കുറിച്ചുള്ളതായ ന്യായവിധിയെക്കുറിച്ച് യേശു പറയുകയാണ്. ആ ഒരു സാഹചര്യം AD 70 ടൈറ്റസ് രാജാവിൻ്റെ നേതൃത്വത്തിൽ അത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ കണ്ടുകൊണ്ടാണ് മത്തായി എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 22-ന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ന്യായവിധി യഹൂദന്മാർക്ക് എതിരായി വന്നിട്ടും ദൈവത്തിൻ്റെ വിളിയെ ദൈവത്തിൻ്റെ ക്ഷണത്തെ അവർ തിരസ്കരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ക്ഷണിക്കപ്പെട്ടവർ ആ ക്ഷണത്തെ അവർ തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ ദൈവം വഴിത്തലക്കിലിരിക്കുന്നവരെ, ജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെ, യഹൂദന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമെന്ന് വിളിക്കപ്പെട്ടതായ യഹൂദ ജനം ദൈവത്തിൻ്റെ രക്ഷയെ നിരസിച്ചു കളഞ്ഞപ്പോൾ ദൈവം ജാതികളിൽ നിന്ന് അല്ലെങ്കിൽ ജാതികൾക്ക് ദൈവം രക്ഷ കൊടുത്തു എന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ സന്ദേശമാണ് ഈ ഉപമയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഷയമെന്ന് പറയുന്നത്, ഇവിടെ ദൈവം കൊടുത്തതായ ഒരു ഗ്രാൻഡ് ഇൻവിറ്റേഷൻ, ആ ഇൻവിറ്റേഷൻ, ദൈവം കൊടുത്ത ഗ്രാൻഡ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഈ രക്ഷ പ്രാപിക്കുവാൻ, ഈ രക്ഷയിലേക്ക് നടന്നു വരുവാൻ ദൈവം അവർക്കൊരവസരം കൊടുത്തു. എന്നാൽ ആ അവസരം തള്ളിക്കളഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്ഷണത്തെ അവർ തള്ളിക്കളയുവാനിടയായി തീർന്നത്? ദൈവത്തിൻ്റെ ക്ഷണത്തെ അവർ തള്ളിക്കളയുവാൻ കാരണം അവർ തിരക്കിലായിരുന്നു. എന്താണ് അവർക്ക് തിരക്ക്? അവർ ഒരുവൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുവൻ വ്യാപാരത്തിലേക്കും പോയി എന്നാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ രണ്ട് ശബ്ദം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ശബ്ദവും, രണ്ട് മനുഷ്യൻ അവൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദവും. അപ്പോൾ ഈ രണ്ടാമത്തെ ശബ്ദം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരസ്കരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇവർ അവരുടെ വ്യാപാരം, അവരുടെ ജീവിത രീതി, അവരുടെ ജീവിതത്തിൽ തിരക്കേറിയ അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ തിരക്കേറിയ സാഹചര്യങ്ങൾ, ഈ ശബ്ദമാണ് അവരെ ഏറ്റവും കൂടുതൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ശബ്ദം മാത്രം അവർ കേൾക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ ക്ഷണം അവർ തിരസ്കരിച്ചു കളഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇത് തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ക്ഷണം നമുക്ക് കേൾക്കുവാൻ കഴിയാതെ വണ്ണം പല ശബ്ദങ്ങളും ആ ദൈവശബ്ദത്തെ കവർ ചെയ്ത് കളയുകയാണ്. ആ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാതെ വണ്ണം പല ശബ്ദങ്ങളും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പല ശബ്ദങ്ങളെന്ന് പറയുന്നത്? ഒരുപക്ഷെ നമ്മുടെ ജോലി തിരക്കായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിലെ പല തിരക്കേറിയ അനുഭവങ്ങളായിരിക്കാം. അപ്പോൾ ജീവിതത്തിൻ്റെ പല തിരക്കേറിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മൃദുസ്വരം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മൃദുസ്വരം എന്താണ്? ഇവിടെ ദൈവം കൊടുത്തിരിക്കുന്ന ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് ദ ഇൻവിറ്റേഷൻ വിത്ത് ഗ്രേസ് ആണ്. ദൈവം അയച്ചിരിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ക്ഷണം എന്ന് പറയുന്നത് കൃപയോടുകൂടെയുള്ള ക്ഷണമാണ്. രക്ഷ, അതാണ് രക്ഷയിലേക്കുള്ള ആ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്ഷണമാണ്. പലപ്പോഴും ഈ ക്ഷണം നമ്മൾ നിരസിച്ചു കളയുകയാണ്. ഒരുപക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, ജീവിതത്തിൻ്റെ ശബ്ദങ്ങൾ, നമുക്ക് ചുറ്റുമുള്ളതായ ശബ്ദങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ തടസ്സമായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ഉപമ അതാണ് നമ്മോട് വ്യക്തമായി മനസ്സിലാക്കുന്നത്. കല്യാണ സദ്യയിലേക്ക് വിളിച്ചവൻ കല്യാണ വസ്ത്രമില്ലാതെ അവൻ ആ സദ്യയിലിരിക്കുകയാണ്. അത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ക്ഷണം എല്ലാവർക്കും ഉള്ളതാണ്, ഇൻവിറ്റേഷൻ എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ സഭയ്ക്കകത്ത് ഒരുവൻ വരുമ്പോൾ, ദൈവ ശബ്ദം കേട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജാവിൻ്റെ ക്ഷണം കേട്ട് സഭയ്ക്കകത്ത് ഒരുവൻ വരുമ്പോൾ അവന് കല്യാണ വസ്ത്രം ഉണ്ടായിരിക്കണം. പലപ്പോഴും കല്യാണ വസ്ത്രം ഇല്ലാത്ത അനേകർ നമ്മുടെ സഭയ്ക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, എന്നാൽ കല്യാണ വസ്ത്രം ഇല്ലാതെ ഈ സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, അതെ, നാം സഭയ്ക്കകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവ സഭയ്ക്കകത്തായിരിക്കുന്നവരാണെങ്കിൽ ദൈവ ശബ്ദം കേട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റുന്നതായ, അതെ, അഗാധമായ പിൻപറ്റുന്നതായ ഒരു ജീവിത ശൈലി നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മറന്നുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കേറിയ അനുഭവങ്ങളെ മറന്നുകൊണ്ട് ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ, ദൈവം തന്നിരിക്കുന്ന കല്യാണ വസ്ത്രം ധരിച്ച്, രക്ഷയെന്ന ക്രിസ്തുവെന്ന ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നാം ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ, ഈ കർത്താവിനോടുകൂടെ ചേർന്നിരിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്.
ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.